ക്യാൻ ഹാവ് അതുപോലെ തന്നെ കുഡ് ഹാവ് രണ്ടും തമ്മിൽ കേൾക്കുമ്പോൾ വലിയ അന്തരമില്ല, പക്ഷെ അർത്ഥത്തിൽ അന്തരമുണ്ട്, അതിൻ്റെ ഉപയോഗത്തിലും ഉണ്ട്. ക്യാൻ ഹാവ് എന്നുള്ളത് ഉപയോഗിക്കുന്നത് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ പോസിബിലിറ്റിയിലാണ്. പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ പോസിബിലിറ്റി. ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ ക്യാൻ ഹാവ് ഡിന്നർ വിത്ത് യു ടുമോറോ. നാളെ ഞാൻ നിൻ്റെ കൂടെ ഡിന്നർ കഴിക്കാം. ഐ ക്യാൻ ഹാവ് ഡിന്നർ വിത്ത് യു ടുമോറോ. ഇത് പ്രസന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ പോസിബിലിറ്റി, പ്രസന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ പോസിബിലിറ്റിനെയാണ് ഇത് കാണിക്കുന്നത്. അതല്ലാതെ ഓപ്പർച്യൂണിറ്റി, ഒരു പെർമിഷൻ ഒരു ഓപ്പർച്യൂണിറ്റി, ഇതിലും ക്യാൻ ഹാവ് എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കും. യു ക്യാൻ ഹാവ് സം ഓഫ് മൈ കേക്ക്. യു ക്യാൻ ഹാവ് സം ഓഫ് മൈ, എൻ്റെ കേക്കിൽ നിന്ന് കുറച്ച് നിനക്ക് കഴിക്കാം. അപ്പോൾ അത് പെർമിഷൻ എന്നുള്ള രീതിയിലും ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിലും ക്യാൻ ഹാവിന് ഉപയോഗിക്കാൻ കഴിയും. ക്യാൻ ഹാവ് എന്നുള്ളത് മെയിനായിട്ട് പ്രസന്റ് ഓർ ഫ്യൂച്ചർ പോസിബിലിറ്റി. നാളെ നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം, ഞാൻ നാളെ നിൻ്റെ കൂടെ ഇരുന്നിട്ട് രാത്രി ഭക്ഷണം കഴിക്കാം എന്ന് പറയുമ്പോൾ അത് കാണിക്കുന്നത് ഫ്യൂച്ചർ പോസിബിലിറ്റീനെയാണ്. എന്നാൽ കുഡ് ഹാവ് എന്നുള്ളത് പാസ്റ്റിലത്തെ ആക്ഷനെയാണ് കാണിക്കുന്നത്. കുഡ് ഹാവ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ കുഡ് ഹാവ് എന്ന് പറയുന്നത് ക്യാൻ ഹാവിന് എങ്ങനെ വ്യത്യാസമായിട്ടിരിക്കുന്നത്? പാസ്റ്റ് പോസിബിലിറ്റീനെയാണ്. പാസ്റ്റ് പോസിബിലിറ്റി അല്ലെങ്കിൽ എബിലിറ്റി. ദാറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ, അത് സംഭവിച്ചിട്ടില്ല, നടന്നില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കാര്യത്തിനെ കുറിച്ചിട്ട് പറയാനാണ് കുഡ് ഹാവ് ഉപയോഗിക്കുന്നത്. നിനക്ക് വരാൻ കഴിയുമായിരുന്നു, നീ വന്നില്ല. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐ കുഡ് ഹാവ് ഗോൺ ടു ദ ലൈബ്രറി ബട്ട് ഐ ചോസ് നോട്ട് ടു. ഐ കുഡ് ഹാവ് ഗോൺ ടു ദ ലൈബ്രറി, എനിക്ക് ലൈബ്രറിയിൽ പോകാൻ കഴിയുമായിരുന്നു. പാസ്റ്റ് പോസിബിലിറ്റി, ദാറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ, അത് സംഭവിച്ചില്ല. പക്ഷെ അപ്പോൾ ഞാൻ ലൈബ്രറിയിൽ പോയില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് നമ്മൾ കുഡ് ഹാവ് ഉപയോഗിക്കുന്നത്. പിന്നെ റിഗ്രറ്റിന് നമ്മൾ കുഡ് ഹാവ് ഉപയോഗിക്കാറുണ്ട്. ഐ കുഡ് ഹാവ് സ്റ്റഡീഡ് ഹാർഡർ ഫോർ ദ എക്സാം. ഐ കുഡ് ഹാവ് സ്റ്റഡീഡ് ഹാർഡർ, കുറച്ചും കൂടി നന്നായിട്ട് എനിക്ക് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാമായിരുന്നു. അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു റിഗ്രറ്റിനെയാണ്. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള പ്രത്യക്ഷത്തിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്. ഒന്ന് പ്രസന്റ് ഓർ ഫ്യൂച്ചർ പോസിബിലിറ്റിനെ കുറിച്ച് ക്യാൻ ഹാവ് എന്ന് പറയുമ്പോൾ, കുഡ് ഹാവ് എന്നുള്ളത് പാസ്റ്റ് പോസിബിലിറ്റിനെ കുറിച്ചാണ്. ദാറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ, സംഭവിക്കാതിരുന്ന ഒരു പോസിബിലിറ്റിയെ കുറിച്ചാണ് കുഡ് ഹാവ് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് ഉപയോഗിക്കണം ക്യാൻ ഹാവ് എന്നുള്ളതും കുഡ് ഹാവ് എന്നുള്ളതും. കുഡ് എന്നുള്ളത് ക്യാനിൻ്റെ പാസ്റ്റാണ്, കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് കുഡ് ഹാവ് ഉപയോഗിക്കുന്നത്. ഐ ക്യാൻ ഹാവ് ഡിന്നർ വിത്ത് യു ടുമോറോ, നാളത്തെ കാര്യമാണ് പറയുന്നത്. ശ്രദ്ധിക്കുക. താങ്ക് യു.